പാലക്കാട് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കഴിഞ്ഞ ദിവസം ഏറെ ചർച്ചയായതാണ്. ഇന്ന് ഈ സംഭവത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. അത് സ്വാഭാവിക മരണമല്ല, കൊലപാതകമെന്നാണ് പോലീസിന്റെ നിഗമനം. ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയെ കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലുള്ള സ്ത്രീയും കൊല്ലപ്പെട്ടയാളും തമ്മിൽ കഴിഞ്ഞ രാത്രി തർക്കം നടന്നതായി സൂചനയുണ്ട്. ഇവർ 2 ദിവസം മുൻപാണ് ഒറ്റപ്പാലത്തെത്തിയത്. എം വിഷ്ണു ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, ഇന്നലെ രാത്രി വരെ അത് ഒരു സ്വാഭാവിക മരണമാണ്, സാധാരണ മരണമാണ് എന്നാണ് കരുതിയത്. പക്ഷേ പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നു. ഒരു ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയിലേക്ക് അന്വേഷണം എത്തുന്നു. എന്താണ് കൊലപാതകത്തിന്റെ കാരണമെന്ന് പുറത്തു വന്നിട്ടുണ്ട് വിവരങ്ങൾ? തീർച്ചയായും ടോം, ഇന്നലെ രാവിലെയാണ് അജ്ഞാത വയോധികനെ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ മരിച്ചതായി കണ്ടെത്തുന്നത്. തുടർന്ന് പരിശോധനയിൽ ഇതൊരു കൊലപാതകമായേക്കാം എന്നുള്ളൊരു സൂചന മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുവരെ ഇതൊരു സാധാരണ മരണം തന്നെയായിരുന്നു. ഈ മൃതദേഹ പരിശോധനയിൽ തലയുടെ പുറകിൽ ഒരു മുറിവ് കണ്ടെത്തി. ഇതാണ് കൊലപാതക സംശയത്തിലേക്ക് വഴിവെച്ചത്. സമീപത്തുനിന്ന് വലിയൊരു കല്ലും കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് ബസ് സ്റ്റാൻഡിലെയും സമീപത്തെ ടൗണിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തിയത്. അതേസമയം തന്നെ ഈ വയോധികന്റെ ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് രാത്രിയോട് കൂടി ഒരു വഴിത്തിരിവ് ഉണ്ടായിരുന്നത്. ഇത് വയോധികന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതേ തുടർന്ന് വിശദമായ അന്വേഷണം നടത്തുകയും CCTVകൾ കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ മറ്റൊരു വയോധികനെ ഈ ദൃശ്യത്തിൽ കാണുകയും അയാളാണ് പ്രതി എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയുമായിരുന്നു. ആ വയോധികന്റെ ദൃശ്യങ്ങളടക്കം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇയാളെ കാണുകയാണെങ്കിൽ പോലീസിൽ വിവരം അറിയിക്കണം എന്ന് തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. വ്യക്തമാണ്. എം വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ഒറ്റപ്പാലത്ത് കഴിഞ്ഞ ദിവസമാണ് വയോധികനെ ബസ് സ്റ്റാൻഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഒപ്പം ഉണ്ടായിരുന്ന സ്ത്രീയിലേക്കാണ് അന്വേഷണം എത്തിയത്. ഇവർ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.